നീ എന്റെ പൊന്നാണ് ചക്കരയാണെന്നൊക്കെ അന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ ഞാൻ ചോദിക്കാം ഇപ്പൊ എന്താ പറയത്തില്ലേ എടാ അളിയ ഒരു പൊന്നാന്ന് പറഞ്ഞു. എന്റെ പൊന്നല്ലേ ചക്കരയില്ലെന്ന് പറഞ്ഞു. ചക്കര കിട്ടിയല്ലോ. ഇനി അടുത്ത ഓണം ചോദിക്കോ. അടുത്ത ഓണം വരെ ഉള്ളതായി. അതുപോലെ എന്റെ ഇടയ്ക്ക് ആ സമയത്ത് പ്രേമിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ മെസ്സേജുകൾ അയക്കുമ്പോ ഇങ്ങനെ എന്തൊക്കെയോ എന്താ ഐ എം സോ അങ്ങനെ എന്തൊക്കെയോ അയക്കും. അപ്പൊ ഞാൻ ഇപ്പൊ ഒന്നും അങ്ങനത്തെ മെസ്സേജേ വരുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് ഞാൻ ചോദിക്കുമ്പോഴാണ് ഈ വഴക്കുണ്ടാവുന്നത്. ഞാൻ അന്ന് പറഞ്ഞല്ലോ ചുമ്മാ ഒരു എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ ചൊറിഞ്ഞിരിക്കും. പിന്നെ ഇപ്പൊ ഇന്നലെ തന്നെ സെറ്റ് കൊടുത്തിട്ട് രാവിലെ മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മുമ്പിൽ തേരപ്പാറ നടക്കുകയാണ്. പക്ഷെ ഒന്നിങ്ങനെ നിർത്തിയിട്ട് കൊള്ളാലോ അങ്ങനെ ഇല്ല. ചോദിച്ചു കഴിയുമ്പോ എങ്ങനെയുണ്ടായിരുന്നു കുഞ്ചു, എങ്ങനെയുണ്ട് കുഞ്ചു എന്ന് ചോദിക്കുമ്പോ നന്നായിട്ടുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് എന്ന് പറയും. ആ ഒരു വാക്കിൽ തന്നെ അതെ ഫുൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു. പക്ഷേ എക്സ്ട്രാ വേണം, ഡിസ്ക്രൈബ് ചെയ്ത് വേണം പറഞ്ഞു. ഡിസ്ക്രൈബ് ചെയ്യും. ഈ കമ്മല്, ഈ മാല. അതായത് സ്വാസിക മൈൻഡിൽ ഓർക്കുന്നത് ഇങ്ങനെ. സ്വാസിക വരുന്നു, ഓക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു കുഞ്ചു. ഹേയ് യു നോ വാട്ട് യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. ഇത് കൊള്ളാലോ, അതല്ലേ ഉദ്ദേശിക്കുന്നത്. ആ മുടി നോക്കട്ടെ, ഇന്ന് മുടി ഇങ്ങനെ കെട്ടി രസം, ഇങ്ങനെ മുടി കെട്ടിയാൽ മതി. പക്ഷെ പണ്ട് പറയായിരുന്നു. അപ്പൊ ഞാൻ ഉടനെ തന്നെ പഴയ മെസ്സേജ്, കഴിഞ്ഞ വർഷം ഓണത്തിന് പ്രേമിക്കുന്ന സമയത്ത് ഓണത്തിന് എന്താ പറഞ്ഞത് നോക്കൂ. പണ്ട് പറയുമായിരുന്നു. ആ ചാറ്റ് ഡിലീറ്റ് ചെയ്ത സമയം കഴിഞ്ഞിരിക്കുന്നു. ശരിയാ. മിഥുനും സിനിമയിൽ കത്ത് പോലെ ഞാൻ ചാറ്റാണ് അയച്ചു കൊടുക്കുന്നത്. അന്നത്തെ വോയിസ് ഒക്കെ അയക്കും. പണ്ട് ഇങ്ങനെ പറഞ്ഞല്ലോ അല്ലേ. ഓക്കെ, ഇത് ഏത് സമയത്താണ് പറയുന്നത് ഇങ്ങനെ ശ്വാസം ഇങ്ങനെ കുഞ്ചു ഇതൊന്ന് കേട്ടു നോക്കിയേ. കുഞ്ചു ഉടനെ ഇരുന്ന് കേൾക്കുന്നു. മുത്തേ അത് കേൾക്കുമ്പോ കുഞ്ചുനാണോ ഇത് ഞാനാ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞതല്ലേ. സ്റ്റിൽ ദേർ. പക്ഷെ അത് വേറൊരു ടൈം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. എങ്ങനെയെങ്കിലും വളക്കണമല്ലോ. അതെ, മാറ്റി ടോപ്പിക്. അപ്പൊ ഞാൻ നോക്കുമ്പോ എനിക്ക് തോന്നുന്നു എല്ലാ ആണുങ്ങളും മേ ബി അങ്ങനെ ആയിരിക്കും. കൂടുതൽ ആൾക്കാരും പണ്ടത്തെ പോലെ അവരിങ്ങനെ ഇവോൾവ് ചെയ്ത് വരുമ്പോ കൊഞ്ചൽ കുറയുന്നതായിരിക്കും. പക്ഷെ പെൺകുട്ടികൾ കുറച്ച് കൊഞ്ചൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. രാവിലെ ഒരുങ്ങാൻ നിർത്ത് കാണാം, അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. എന്തിനാ നടക്കും? ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. ചുമ്മാ ഒരു കാര്യമില്ല, വെറുതെ അങ്ങോട്ടും നടക്കും. എന്തിനാ പോകുന്നത് എനിക്ക് പറയുന്നില്ല. ഞാനാണെങ്കിൽ എന്തിനാ പറ്റിയേ, എനിക്ക് ഉറങ്ങാൻ സമയത്ത് ഇവിടെ കാലം ചിലങ്കേടും. ആ ചിലങ്കേട് നടക്കുന്നത് ഞാൻ ഉറങ്ങാൻ എന്തായാലും അതിട്ട് നടക്കും. ഞാൻ ഉറങ്ങാൻ സമ്മതിക്കില്ല. ഇവിടെ ഊരി വെച്ച് എന്തെങ്കിലും ചെയ്യും. അളിയനെ എങ്ങനെയെങ്കിലും വേക്കപ്പ് ചെയ്തിട്ട് കൊള്ളാം എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയാണിത്. റെഡി ആയിട്ടില്ല, ചുമ്മാ ഇരിക്കുക, ചുമ്മാ അങ്ങോട്ട് നടക്കുകയാണ്. ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു തോന്നൽ. ഇപ്പൊ എന്റെ റൂമിലാവുമ്പോ ഞാൻ എണീക്കുന്നു, ചാടി കട്ടിൽ നിന്ന് എണീക്കും. അപ്പൊ ഇപ്പൊ ഓപ്പോസിറ്റുള്ള ഒരാൾ ഉറങ്ങാടി നമ്മൾ ചാടി എണീറ്റ് കഴിഞ്ഞാൽ അയാൾ അയ്യോ എന്താ എന്ന് വിചാരിക്കും. ഞാൻ ഉറക്കത്തിൽ പെട്ടെന്ന് എണീക്കുന്ന ആള്, ചെറിയ സൗണ്ട് ഞാൻ എണീക്കും. അപ്പം അത് ഭയങ്കര കോൺഷ്യസ് ആയിട്ട് വേണം ഇപ്പൊ എണീക്കാൻ. ഇനിയിപ്പോ പതുക്കെ എണീക്കണം. എന്റെ ഈ ചെലങ്ക എന്നിട്ട് ഇപ്പൊ ഞാൻ ചെലങ്ക ഊരി ആദ്യം ടേബിളിൽ വെച്ചിട്ട് പിന്നെ പതുക്കെ നടക്കും. അതായത് ഒരു ഉറക്കം ഡിസ്റ്റർബ് ചെയ്യരുത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മുമ്പെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ റെഡി ആവുകയാണെങ്കിൽ ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് റെഡി ആവുന്ന ഒരു സ്വഭാവം ഇല്ല. ആദ്യം സാരി ഇവിടെ നിന്ന് എടുത്തിട്ട് പിന്നെ അങ്ങോട്ട് പോയി പിന്നെ വള ഇടുമ്പോ തന്നെ ഒരു 2-3 നടത്തം ഇങ്ങനെ നടും. അങ്ങനെ നടന്നാണ് ഒരുങ്ങുന്നത്. മൂവ്മെന്റ് ആൻഡ് ആക്റ്റീവ് പേഴ്സൺ എപ്പോഴും ഇങ്ങനെയാണ്. മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ കണ്ണെഴുതുന്ന അടുത്ത വേറെ സ്ഥലത്തായിരിക്കും. അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ഒരാൾ ഉറങ്ങുകയാണല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇപ്പൊ ചില സമയത്ത് തെറ്റും, ചില സമയത്ത് ആ ഒരു കോൺഷ്യസ് അങ്ങനെ വെച്ചാണ്. ഡോറ് ഞാൻ വേഗം റെഡി ആയി കഴിഞ്ഞിട്ട് വേഗം ഡോർ അടച്ചിട്ട് പോവും. ഇപ്പൊ ഡോറ് അത് അടച്ചു പോണം. അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ നമ്മള് പ്രേമിക്കുന്ന സമയത്ത് നമുക്ക് തോന്നില്ല ഇതൊക്കെ ചെയ്യുന്നത്. അതൊരു പോയിന്റ് ആണ്. കാണുമ്പോ ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മൾ പ്രേമിക്കുന്ന സമയത്ത് ഡിസ്കസേ ചെയ്യില്ല. ഞാൻ പെട്ടെന്ന് എണീക്കണം, ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന ആളാണ്, അതുകൊണ്ട് നീ മന്ദം നടക്കണം എന്നൊന്നും നമ്മൾ പറയില്ലല്ലോ. പക്ഷെ അങ്ങനത്തെ കുറെ കാര്യങ്ങള്. അതൊരു പ്രേമം എപ്പോഴും വെള്ളം കുടിക്കും. അപ്പൊ എപ്പോഴും വെള്ളം ബോട്ടിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് അവിടെ റൂമിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഞാനാണെങ്കിൽ വിചാരിക്കും ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടല്ലോ, ഇപ്പൊ എന്തിനാ ഇനി അടുത്ത ബോട്ടിൽ ഇപ്പൊ എടുക്കുന്നത്, നാളെ മതിയല്ലോ. ഒരു 2 മണിക്കൂർ കഴിയുമ്പോ ആ ബോട്ടിൽ തീരും. അപ്പൊ ഓക്കെ തന്നെ പോയി എടുക്കും. പക്ഷെ നമ്മൾ കാണുന്ന സ്ഥിതിക്ക് നമ്മൾ പോയി എടുത്ത് കൊടുക്കണമല്ലോ. അപ്പൊ അങ്ങനെ കൊടുക്കണം. അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നത്. ഒരു ചിട്ട വന്നല്ലോ ലൈക്ക്. ചിട്ടയിലേക്കാളും ഉപരി ഓക്കെ വേറൊരു ആളുടെ എന്താണ് എന്നുള്ള രീതിയും കൂടിയിലേക്ക് ഒന്ന് കൺസേൺ, വേറൊരാളുടെ ആളോടുള്ള ഒരു കൺസേണും ഇപ്പം ഈക്വലി പാരലി കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയാണല്ലോ ലൈക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവുമ്പോൾ ശേഷം നമ്മൾ അഡാപ്റ്റ് ചെയ്ത് തുടങ്ങുന്നത്. കാരണം ഞാനിപ്പം ഇദ്ദേഹത്തിന്റെ സ്പീഡ് അഡാപ്റ്റ് ചെയ്യുന്നു.
ഇപ്പൊ എവിടെയും പോകുമ്പോ ഞാനേ ഇറങ്ങി പോവാ. അതേ കുറച്ച് ചേഞ്ച് ഉണ്ട് കേട്ടോ സത്യം. എങ്ങോട്ട് പോവാ ഒരു- എങ്ങോട്ട് ഒരു പോകുന്ന പ്രസരിപ്പ് വന്നില്ല. രാവിലെ 5 മണിക്ക് എണീച്ച് പോവാം. ഓക്കെ ഞാനും കൂടെ പോവാം. എങ്ങോട്ടാ പോകുന്നത് ആക്കറിയാ. എങ്ങനെ ഇറങ്ങി പോവാ. ഏതൊക്കെയോ സ്ഥലത്ത് പോവാണ്. സത്യം പറഞ്ഞ കഴിഞ്ഞിപ്പോ കല്യാണം കഴിഞ്ഞിപ്പോ 6 മാസം 7 മാസമായി. ഈ 7 മാസത്തില് ഈ കഴിഞ്ഞ മാസത്താണ് നമ്മൾ കുറച്ച് ദിവസം എന്റെ വീട്ടിൽ നിന്നത്. അതിനു മുമ്പ് എല്ലാ മാസവും എവിടെയെങ്കിലും പോകും. ഇപ്പൊ ഇവൾക്ക് ഷോ ആണെങ്കിൽ ഞാൻ കൂടെ പോകും. ടൂറ് പോയി ഇവൾക്ക് പരിപാടി അങ്ങോട്ടും ചുമ്മാ ട്രാവൽ ചെയ്തിരിക്കുകയാണ്. ചുമ്മാ അല്ല അറ്റ്ലീസ്റ്റ് കാര്യത്തിലാണോ കാര്യങ്ങളെ പോകുന്നത്. പക്ഷേ സ്റ്റിൽ ഇങ്ങനെ ട്രാവൽ ചെയ്തിരിക്കും. നമുക്കൊരു ടൈം കിട്ടുന്നില്ല പല കാര്യത്തിലും. ഈവൻ ഇതാണ് നമ്മുടെ ആക്ച്വലി ഫസ്റ്റ് ഒഫീഷ്യൽ ഇന്റർവ്യൂ. എക്സാക്ട്ലി അല്ലേ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഫസ്റ്റ് ഒഫീഷ്യൽ, അതും നമ്മളെല്ലാവരും പരിചയമുള്ള ആൾക്കാരോട് ഇരിക്കുമ്പോൾ ആ ഒരു ഒന്നും സമയം കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞത്. ഇപ്പം അതാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ അഡാപ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. കാരണം എനിക്ക് എന്താ വെച്ചാൽ ഒരു ഇത് ഇന്നിപ്പം ഞാൻ നമ്മൾ മുന്നേ ആയിരുന്നെങ്കിൽ ഈ ഇന്റർവ്യൂ ഒരു മണിക്കൂർ എനിക്ക് കിട്ടിയ ഞാൻ ഓടി വന്ന് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്. എങ്ങനെയെങ്കിലും ഞാൻ ടൈം മാനേജ് ചെയ്തത്. അപ്പൊ ആ സ്പീഡിലേക്ക് ഇദ്ദേഹത്തിന് വരാൻ ആദ്യമൊന്നും പറ്റില്ലായിരുന്നു. അതായത് ഒരു ദിവസം ഒരു ജോലി അല്ലെങ്കിൽ 2 ജോലി, ഒരു ഷൂട്ട് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ, ഇത് രണ്ടും കൂടി പറ്റുള്ളൂ. പക്ഷെ ഒരു ദിവസം തന്നെ ഷൂട്ട് ചെയ്യുക, പിന്നെ ഇന്റർവ്യൂവിന് പോവാ, പിന്നെ തിരിച്ച് അടുത്ത വീട്ടിലെ ഹൗസ് വാമിങ്ങിന് പോവാ, അത് പറ്റില്ല. പക്ഷെ എനിക്കത് പറ്റും. അതിപ്പോ ഏകദേശം പഠിച്ചു വരുന്നുണ്ട്. അതായത് പ്രേമിന് വന്ന ഇപ്പൊ 6 months 7 months ആയത് വന്ന ഒരുപാട് ചേഞ്ചസ് സ്വാസികയ്ക്കും വന്നിട്ടുണ്ടാവും, പ്രേമിനും വന്നിട്ടുണ്ടാവും. ആഫ്റ്റർ മാരേജ് ഷുവർ ആയിട്ട് അത് വരുമല്ലോ. വേറെ ആളുടെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുട്ടി കുട്ടി ചേഞ്ചസ് അല്ലെ, ആ ഒരു ശീലമായിരിക്കാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ടോപ്പ് ലിസ്റ്റിൽ ഒരു 1 2 3 ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും? പ്രേമിന് മേ ബി കൂടുതൽ ആക്റ്റീവ് ആയെന്നായിരിക്കാം. ആക്റ്റീവ് ആവുന്നേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ലൈക്ക് ടു ബി മോർ കൺസിഡറേറ്റ് ടു ഹർ. കാരണം ഇപ്പൊ പരിഭവം പറയുന്ന ഒരാളുണ്ട്, പറഞ്ഞല്ലോ. ഇപ്പൊ ഞാനിപ്പോ വെളിയിൽ പോവാണെങ്കിൽ ചിലപ്പോൾ മെസ്സേജ് അയക്കും, മറക്കും, വിളിക്കാൻ മറക്കും. അതല്ല വഴക്കും, ഇത് പരിഭവം പറയാറുണ്ട്. വഴക്കല്ല, പരിഭവം പറയാറുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ശ്രദ്ധിക്കാണ്. ഞാൻ വെളിയിൽ പോകുമ്പോ ഓക്കെ മെസ്സേജ് അയക്കണം. ഞാൻ മെസ്സേജ് അയക്കാതിരിക്കുന്നില്ല, ബട്ട് ഫ്രീക്വൻസി ഓഫ് മെസ്സേജിങ് ഓർ കോളിംഗ് ഹാസ് ടു ബി ഇൻക്രീസ്. എമൗണ്ട് ഓഫ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ കൂടുതൽ ആ സമയത്തും ഇദ്ദേഹത്തിന് ഒരു കെയർ വേണം. ഇവൻ ഔട്ട്സൈഡ് വിത്ത് മൈ ഫ്രണ്ട്സ് എവിടെയാണെങ്കിൽ പോലും ഇദ്ദേഹത്തിന് ഞാൻ ഓർക്കുന്നുണ്ട് എന്നൊരു സംഭവം മനസ്സിലാണ്. അതല്ലേ ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനത്തെ അതൊരു മെയിൻ സംഭവം അതാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഗ്രാഫ് ഓഫ് പാമ്പറിംഗ് കുറച്ച് കൂടുതൽ വേണം. പാമ്പറിങ്ങിനേക്കാൾ ഉപരി അല്ല, കൺസിഡറേഷൻ ആണ് കൂടുതൽ വേണം. അതാണ് ഇപ്പം ഇപ്പോഴത്തെ പരിഭവങ്ങളിൽ ഒന്നതാണ്. അതായത് നമ്മളിപ്പം കുറെ നേരം ഒരു ആള് പുറത്താണ്, ഇപ്പൊ നമ്മൾ ഒരുമിച്ച് കാണുന്നത് വളരെ കുറച്ച് സമയമാണല്ലോ. അപ്പൊ ഷൂട്ട് കഴിഞ്ഞിട്ട് രാത്രി വരുന്ന മേ ബി ഒരു 10 മണിക്ക് റൂമിൽ വരുന്നു, 10 to ഒരു 11:30 വരെ ഫോൺ സംസാരിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങും. കാരണം പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് 2 പേർക്കും എഴുന്നേറ്റ് പോകണം. അപ്പൊ ഷൂട്ടിന്റെ ഇടയിൽ പണ്ടാണെങ്കിൽ കുഞ്ചു എന്ത് ചെയ്യും, ഷൂട്ടിന്റെ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് സിനിമ കാണും. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഇഷ്ടം. അല്ലെങ്കിൽ മിണ്ടാതെ ഇരിക്കും. പക്ഷെ ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രേക്ക് ടൈമിൽ വേണം എനിക്ക് മെസ്സേജ് ചെയ്യാൻ, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യണം, എന്തായി, വിളിക്കണം, സംസാരിക്കണം. അതെല്ലാം പോയി, സിനിമയൊക്കെ പോയി. മാത്രമേ ഉള്ളൂ, സിനിമ കാണാൻ നിർത്തി. അതെന്തുകൊണ്ടാ അപ്പൊ ആൾക്കാർ ഞാൻ ഭയങ്കര മറ്റേതാണ് നോക്കാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഒരുമിച്ച് ഇല്ലാത്തോണ്ടാണ്. അപ്പൊ നമ്മള് ആ ഒരു ബ്രേക്ക് ഉച്ചയ്ക്ക് 1 മണി 1:30 എല്ലാ സെറ്റിലും, അത് ചെന്നൈ ആണെങ്കിലും കേരളത്തിലാണെങ്കിലും ഒക്കെ ഒരു ബ്രേക്ക് ടൈം ആയിരിക്കും. അപ്പൊ ആ ബ്രേക്കിനാണ് ഞാനും ഫ്രീ ഉള്ളൂ. അപ്പൊ ഈ ബ്രേക്ക് ടൈം മാത്രമേ നമുക്ക് സംസാരിക്കാൻ കിട്ടുള്ളൂ. പിന്നെ രാത്രിയെ പറ്റുള്ളൂ, പിന്നെ ഒരു 11 മണിയായിട്ട്. പക്ഷെ ആ സമയത്ത് ചിലപ്പോൾ ടയേർഡ് ആയിരിക്കും, പെട്ടെന്ന് ഉറങ്ങും, അങ്ങനെയൊക്കെ ഒരു ഇഷ്യൂ വരും. അപ്പൊ ഞാൻ പറയുന്നത്, അപ്പൊ ബ്രേക്ക് ടൈം മാക്സിമം നമുക്ക് മെസ്സേജ് ചെയ്ത് എന്താണെന്നുള്ളത് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്താണെന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം.